അഗ്നിപരീക്ഷ എപ്പിസോഡ് 4 ഇന്നും 4 പേർ എവിക്റ്റഡ്. ഇന്നും ഒരുപാട് പേര് പറയും കാര്യം ഒരുപാട് അൺഫെയർ എവിക്ഷൻസ് നടന്നിരിക്കുകയാണ്. പക്ഷേ ഇതിനകത്ത് പ്രത്യേകം എടുത്തു പറഞ്ഞൊരു സംഭവമുണ്ട്. ടാസ്ക് അല്ല ഇമ്പോർട്ടൻറ്റ്, പേഴ്സണാലിറ്റി ആണെന്നാണ്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അഗ്നിപരീക്ഷയിൽ ബിഗ് ബോസ് പോലെയല്ല അഗ്നിപരീക്ഷ. നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതുണ്ട്. അതായത് അഗ്നിപരീക്ഷ സെറ്റ് ചെയ്തേക്കുന്ന രീതി നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതുണ്ട്. 4 പേർ എവിക്റ്റഡ്, കുറച്ച് പേരെ അവർ സേവ് ചെയ്തു, നാല് ടീമായിട്ട് ഡിവൈഡ് ചെയ്തു. ഇന്ന് ടാസ്ക് കളിച്ചു, റിലേ ടാസ്ക് ആയിരുന്നു. അതിൽ തോറ്റ ടീമിനെയാണ് എടുത്തിട്ട്, തോറ്റ ടീമിനെ അല്ല, അതിൽ ഡേഞ്ചർ സോൺ ആയ ആൾക്കാരെ എടുത്തിട്ടാണ് ഔട്ടാക്കിയിരിക്കുന്നത്. അതിനകത്തൊന്ന് സെലക്ട് ചെയ്താണ് ഔട്ടാക്കിയിരിക്കുന്നത്. ഇതിനകത്ത് അൺഫെയർ ഉണ്ടോ, ഫെയർ ഉണ്ടോ, ഇത് ചെയ്തത് ശരിയാണോ, എന്തുകൊണ്ടാണ് പൂജയോട് ഇന്ന് രഞ്ജിനിയും അഖിൽ ചൂടായത്, എന്തായിരിക്കും കാരണം? ഓവർ അഗ്രസീവ് ആവേണ്ട ആവശ്യം നമ്മളുണ്ടോ ഈ ഗെയിമിൽ? അത് വയലൻസിലേക്ക് പോയതാണോ അതോ നമ്മളെ കാണിക്കാത്തതാണോ? എല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സോ ഇത് ബിഗ് ബോസ് അല്ല, ഇത് ബിഗ് ബോസ് അഗ്നിപരീക്ഷയാണ്. സോ ഇതെന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഷോ, ചെറിയ ഒരു പ്രീ ഷോയാണ്. ഈ പ്രീ ഷോയിൽ നമുക്ക് കിട്ടാൻ പോണത് ഒരു 6 പേരെയോ കൂടിപ്പോയ ഒരു 5-6 പേരെയോ നമുക്ക് കൈ കിട്ടുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിഞ്ഞുകൂടാ, നമുക്കിപ്പോഴും ഇതിനകത്തുള്ള 40 പേരുടെ പേര് പോലും നമുക്കറിയില്ല. എന്നാൽ ഇവിടെ ജഡ്ജസിന് ഇവരുടെ പേരുകൾക്കറിയാം. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിഞ്ഞൂടെ? ഞാൻ നോക്കുമ്പോൾ എല്ലാവരും ജഡ്ജസൊക്കെ പേര് വിളിക്കുക. ഞാനിവിടെ പേര് തപ്പേണ്, ആ കുട്ടിയുടെ പേരെന്തോന്ന് എനിക്ക് കിട്ടുന്നില്ല. കാര്യം ഓൾറെഡി ഇവരുടെ പേരുകളൊന്നും അവരുടെ ഇതിലൊന്നും എഴുതിയിട്ടില്ല. നമുക്ക് പേരുകൾ പോലും അവരുടെ കാണാൻ പറ്റുന്നില്ല. നമ്മൾ കണക്റ്റ് ആവുന്നില്ല ആരുമായിട്ട്. പേരുകൾ വെച്ച് നമ്മൾ കണക്റ്റ് ആവുന്നില്ല. അല്ലാതെ നമ്മൾ കണക്റ്റ് ആവുന്നുണ്ട് ചില ആൾക്കാരെ മാത്രം. കുറച്ച് ആൾക്കാരുമായിട്ട് നമ്മൾ കണക്റ്റ് ആവുന്നുണ്ട് അല്ലേ? പേരുകൾ, അയ്യോ ഇതാണ്, അയ്യോ ഇയാളാണ്. അപ്പോൾ നമ്മൾ നെഗറ്റീവായ ആൾക്കാരെയും പോസിറ്റീവായ ആൾക്കാരെയൊക്കെ നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള 40 പേരുടെ പേരുകൾ നിങ്ങൾക്ക് അറിയാമോ? കംപ്ലീറ്റ് അറിയത്തില്ല. സോ ഇതിനൊക്കെ ഓരോ കാരണങ്ങളുണ്ട് അല്ലേ? ഇതിനെല്ലാം ഒരു കാരണങ്ങളുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വരുന്ന ലാസ്റ്റ് വരുന്ന ഒരു 10 പേരുണ്ടാവും, ഒരു 15 പേരുണ്ടാവും. ആ 15 പേരായിരിക്കും ഈ അഗ്നി പരീക്ഷയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് ചെയ്യുന്ന 15 പേർ. ബാക്കിയെല്ലാം ഇങ്ങനെ ഔട്ടായിക്കൊണ്ടേയിരിക്കും. ബാക്കി എല്ലാവരും ഇതുപോലെ ഔട്ടായിക്കൊണ്ടേയിരിക്കും. അത് ജഡ്ജസിൻ്റെ കയ്യിലായിരിക്കും. ജഡ്ജസ് ആയിരിക്കും അവരെ ഔട്ടാക്കുന്നത്. സോ ജഡ്ജസ് തീരുമാനിക്കും. അവരുടെ ടാസ്ക് ബേസ് മാത്രമല്ല, പേഴ്സണാലിറ്റി ബേസിസ് ആണ്. നമ്മളെക്കാട്ടിയും കൂടുതൽ നമ്മൾ കാണുന്നത് ജസ്റ്റ് അവരുടെ ടാസ്കും പിന്നെ ചെറിയ കുറച്ച് 1 മണിക്കൂറത്തെ എപ്പിസോഡിൽ നമ്മൾ എന്തൊക്കെ കാണും? ലൈവല്ല, ബിഗ് ബോസ് ഷോയും അല്ല, ഒന്നുമല്ല. ഇത് ജസ്റ്റ് അവരുടെ ടാസ്ക് മാത്രം കാണിക്കുന്ന ഒരു എപ്പിസോഡാണ്. ടാസ്ക് കാണിക്കുന്നു, എലിമിനേഷൻ കാണിക്കുന്നു. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ജഡ്ജസിനെയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് അറിഞ്ഞുകൂടാ, ജഡ്ജസിനെയും ഹോസ്റ്റിനെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, കണ്ടസ്റ്റൻസിനെ അല്ല. ടാസ്ക് കളിക്കുമ്പോൾ എല്ലാ കണ്ടസ്റ്റൻസിനെയും ഒരുപോലെ ഫോക്കസ് ചെയ്യും. ഈവൻ എന്തൊക്കെയാണ് അവിടെ നടന്നതെന്ന് പോലും നമുക്കിപ്പോഴും ഈവൻ നോക്കിക്കും. നിങ്ങൾ പൂജ ഇന്ന് അഖിലും രഞ്ജിനിയും എന്തുകൊണ്ട് പൂജയെടുത്ത് ചൂടായി? നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായ? ആർക്കെങ്കിലും കിട്ടിയ എന്തിനാണെന്നുള്ളത്? നമ്മളെ കാണിക്കുന്നത് രഞ്ജിനി ചൂടാവുന്നതും അഖിൽ ചൂടാവുന്നതും മാത്രം. പൂജ, നീ ഇന്ന് ചെയ്തത്, നീ ഇത് കാണിച്ചത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാ പറയണേ. ഇറ്റ്സ് നോട്ട് എ ഗുഡ് തിങ്. നമ്മൾ കണ്ടത് ഗുഡ് തിങ് അല്ല എന്ന് പറഞ്ഞു പൂജയുടെ അടുത്ത്. അഖിലും പറഞ്ഞു, പൂജ എന്തായി കാണിക്കണത്? അപ്പോൾ എന്തായിരിക്കും പൂജ കാണിച്ചത്? എന്തുകൊണ്ട് നമ്മളെ കാണിക്കുന്നില്ല? മനസ്സിലായോ? നമ്മൾ കണ്ടിട്ടില്ല. അത് നമ്മൾ കണ്ടിരുന്നുവെങ്കിൽ കറക്റ്റ് പറയാം, ഇത് ശരിയാണ്, ആ രഞ്ജിനിയും അഖിലും പറഞ്ഞത് കറക്റ്റാണ്, പൂജ അവിടെ ചെയ്തത് തെറ്റാണ്. ഇത് നമ്മളെ കാണിക്കുന്നില്ല. എന്തോ ഒന്ന് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ അവരങ്ങനെ ഇത്രയും 2 പേരും ഒരുമിച്ച് പൂജയുടെ അടുത്ത് ഷൗട്ട് ചെയ്യില്ല. എന്തെങ്കിലും ഉണ്ട്. അതായത് ആ അഗ്രഷൻ ഉണ്ട്, പുള്ളിക്കാരുടെ കയ്യിൽ ഓവർ അഗ്രഷൻ ഉണ്ട്. കറക്റ്റ് രഞ്ജിനി ലാസ്റ്റ് അത് പൂജയ്ക്ക് പറഞ്ഞു കൊടുത്ത് പൂജ എവിക്റ്റായി. അപ്പോൾ പൂജ എവിക്റ്റായിൽ ചില ആൾക്കാർ എന്തായാലും പറയും അത് അൺഫെയർ ആണ് എന്നുള്ളത് പറഞ്ഞിരിക്കും. ചിലവർ പറയും ഫെയർ ആണെന്നുള്ളത്. കാര്യം പൂജ അവിടെ പൂജേനെ ഇഷ്ടപ്പെടാത്തവരുണ്ട്, ഇഷ്ടപ്പെട്ടവരും ഉണ്ട്. പൂജനെ ഇഷ്ടപ്പെടാത്തവർ എന്തായാലും പറയും ഫെയർ ആണ്, കാര്യം പുള്ളിക്കാരി ഭയങ്കര ഓവറാണ്, അതിൻ്റെ ആവശ്യമില്ല, ക്രിഞ്ചായിരുന്നു എന്നൊക്കെ. അപ്പോൾ അതിനുള്ള കാരണവും രഞ്ജിനി പറയുന്നുണ്ട്. നമ്മൾ ഓവർ അഗ്രഷൻ കാണിച്ചു കഴിഞ്ഞാൽ, ഒരു ലിമിറ്റ് വിട്ട് കഴിഞ്ഞാൽ അത് വയലൻസിലേക്ക് പോവും. പിന്നെ അത് നമുക്ക് അതിൽ കണ്ടു. അപ്പോൾ പൂജയുടെ ഒരു പോസിറ്റീവ് സൈഡ് നമ്മൾ ലാസ്റ്റ് കണ്ടായിരുന്നു. പൂജ പറഞ്ഞു എനിക്ക് ശ്യാം ജയിക്കണം എന്നായിരുന്നു. അപ്പോൾ രഞ്ജിനി പറയുന്നുണ്ട്, നിന്റെ ആ സൈഡും കൂടെ നമ്മൾ കണ്ടിരിക്കണം, എല്ലാ സൈഡും കാണിക്കണം. ഒരു സൈഡ് മാത്രം കാണിച്ചാൽ പറയാം. കാര്യം ഇതിനകത്ത് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞ സംഭവം നല്ല രീതിയിൽ അസസ് ചെയ്യുന്നുണ്ട്. ടാസ്ക് ബേസിസ് മാത്രമല്ല. നമ്മൾ ടാസ്ക് കണ്ട് മാത്രം അയ്യോ ഈ ടാസ്ക് അവർ തോറ്റു, സോ അവർ ഔട്ടായി, സോ അൺഫെയർ, അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഇതിനകത്ത് നമ്മളെക്കാട്ടിയും കൂടുതൽ അവരെ കാണുന്നത് ജഡ്ജസാണ്. മനസ്സിലായ? ഞാൻ ജഡ്ജസിനെ ഇതാക്കി പറയണതല്ല, ഞാൻ ഇനി മനസ്സിലാക്കിയ കാര്യം പറഞ്ഞ കാര്യം. നമുക്കിപ്പോഴും 40 പേരുടെ പേരറിഞ്ഞൂടാ, എനിക്കറിഞ്ഞൂടാ. ഞാൻ ഇത്രയും ഇരുന്നിട്ട് എഴുതിയിട്ട് എനിക്ക് പേരുകൾ കിട്ടുന്നില്ല. കുറച്ച് പേരുടെ പേരുകൾ അറിയാം, പൂജ, താശി, ഈവൻ അമൽ,
അങ്ങനെ കുറച്ച് പേരുടെ പേരുകൾ ഇപ്പം എന്താണ് അങ്ങനെ കുറച്ച് പേരുടെ പേരുകളെ മാത്രമേ എനിക്ക് അറിയുള്ളൂ, എപ്പോഴും വിളിക്കുന്ന പേരുകൾ. ഒന്നെങ്കിൽ ആ പേരിൽ നെഗറ്റീവോ പോസിറ്റീവോ, ഇപ്പം ശ്യാം, ഷിൻജിത്ത്, ഇങ്ങനത്തെ കുറച്ച് പേരുകൾ എനിക്ക്, അല്ലാതെ എനിക്കിപ്പം രാകേഷ്, പിന്നെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ഇടയ്ക്കുള്ള ആൾക്കാരുടെ പേരുകളൊന്നും, ഈ സേഫായ ആൾക്കാരുടെ പേരുകൾ പോലും എനിക്ക് അറിഞ്ഞൂടാ. ഇവരൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തോ കാര്യം നമ്മൾ കാണുന്നില്ല കുറേ. ഇവരാണ് ജഡ്ജസാണ് ഏറ്റവും കൂടുതൽ ഇവരെ കാണുന്നത്, ടാസ്കിന് പുറമേ തന്നെ ഇവരെ കാണുന്നത്. കാരണം ജഡ്ജസിനെ നോക്കുമ്പോഴത്തേക്കും എല്ലാവർക്കും ഒരുവിധം എല്ലാവരുടെ പേരുകളും കൃത്യമായി അറിയാം. അപ്പം അത്ര ഇൻട്രാക്ഷൻ നടക്കുന്നുണ്ട് അവർ തമ്മിൽ, അത്ര സംസാരം നടക്കുന്നുണ്ട്, അത്രയ്ക്ക് അവർ മനസ്സിലാക്കുന്നുണ്ട്. സോ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോഴേ പറഞ്ഞേക്കുന്നത് ടാസ്ക് അല്ല പ്രധാനം, പേഴ്സണാലിറ്റി ആണെന്നാണ്. സോ ആ പേഴ്സണാലിറ്റിയും കൂടെ ബേസ് ചെയ്തിട്ടാണ് ഇന്നത്തെ എവിക്ഷൻ നടന്നിരിക്കുന്നത്, അത് ഉറപ്പിച്ച് പറയാം ഞാൻ. അപ്പോൾ ഇന്നത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ, ജഡ്ജസിന് ഇഷ്ടപ്പെടുന്ന ഒരു പേഴ്സണാലിറ്റീസ് ആയിരിക്കണം, എന്നാൽ നിങ്ങൾ രക്ഷപ്പെട്ടു എന്നുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞു ഇപ്പോഴത്തെ ഈ എവിക്ഷൻ അല്ല, ലാസ്റ്റ് 10 വരും, അല്ലെങ്കിൽ ലാസ്റ്റ് ഒരു 15 പേര് വരും, അവരാണ് ഈ അഗ്നി പരീക്ഷയുടെ നിർണായക ഘടകമാവുന്നത്. അതാവാൻ നോക്കുക, ലാസ്റ്റ് 10 ആവാൻ നോക്കുക. അതിൽ നിന്നാണ് നമ്മളെ പ്രേക്ഷകരെ വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കുന്നത്. ജഡ്ജസിന് നിർണായക, അതുവരെ ജഡ്ജസാണ് ഇത് കൊണ്ടുപോകുന്നത്. പൂജ ഔട്ടായി, അതേപോലെ തന്നെ ആസിയ ഔട്ടായി, അമൽ ഔട്ടായി, അനഘ ഔട്ടായി. അതിനകത്ത് എനിക്കും അൺഫെയർ ആയിട്ട് തോന്നിയിട്ടുണ്ട്. കാര്യം എനിക്ക് സേഫായ ആൾക്കാരെ പോലും എനിക്ക് ചിലവരെയൊന്നും അറിഞ്ഞൂടാ, അയ്യോ ഇവരൊക്കെ എന്തിന് സേഫ് ആക്കിയെന്ന് എനിക്കും തോന്നുന്നുണ്ട് സത്യമായിട്ട്. കാര്യം ഒന്നാമത് ചില ആൾക്കാരുടെ പേര് പോലും എനിക്കറിയില്ല. ഈവൻ സേഫ് ആക്കിയവരിൽ അഫിനിയാസ് ഉണ്ട്, പക്ഷേ എനിക്ക് അഫിനിയാസിനെ കാട്ടി ബെറ്റർ ആയിട്ട് എനിക്ക് അനഘേനെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഈവൻ ഫുൾ നെഗറ്റീവ്. പൂജയുടെ കാര്യത്തിൽ നമ്മൾ ഇതാക്കാത്ത കുറച്ച് കാര്യങ്ങൾ, അറിയാത്ത കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ജഡ്ജസിന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ചെയ്തതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പൂജയുടെ കാര്യത്തിൽ. നമ്മൾ കുറേ പുള്ളിക്കാരുടെ ഓവർ അഗ്രസീവ്നെസ്സും പിന്നെ കുറച്ച് നമ്മൾ കാണിച്ചിട്ടില്ല, അത് കാണിക്കാത്തത് എനിക്ക് തോന്നുന്നു ജഡ്ജസ് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്, മനസ്സിലായില്ല. അല്ലാതെ വെറുതെ നമ്മൾ അഖിലും രഞ്ജിനി ഒരുമിച്ച് ഈ കാര്യങ്ങൾ പറയില്ല. അതുപോലെ സോന അലക്സ്, പിന്നെ ജെറ്റി ടാസ്ക് കളിക്കുന്നുണ്ട്. വർഷയുടെ കാര്യവും എനിക്കറിയില്ല. ശ്യാം ഓക്കെ ഇവരുടെ ഫേവറേറ്റ്സിൽ ഉണ്ടായിരുന്ന ആളാണ്. ഇനി അവർ പറഞ്ഞിട്ടുണ്ട് അടുത്തതിൽ നേരെ കളിച്ചില്ലെങ്കിൽ ഔട്ടാക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പോഴത്തെ ഈ എവിക്ഷൻ ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല, ഒരു 10-15 പേരിൽ വന്ന് നിൽക്കും, അതാണ് ഇമ്പോർട്ടൻറ്റ്. 4 പേർക്ക് പെൻഡൻ കിട്ടി, ഷിജു, രചന, ഷിൻജിത്ത്, പ്രവീൺ. ഞാനും പേര് പഠിച്ച് വരുന്നേ ഉള്ളൂ. ഷിജു, എനിക്കിത് സത്യം പറഞ്ഞ പേരുകൾ പറയുന്നുണ്ടെങ്കിലും മുഖങ്ങൾ വരെ മറന്നു പോകുന്നു. കാര്യം നമ്മൾ 4 എപ്പിസോഡല്ലേ ആയുള്ളൂ, 1 മണിക്കൂറിൽ നമ്മൾ കാണുന്നത്. നമുക്ക് എന്താണ്, നമ്മൾ ലൈവോ അങ്ങനെ പേര് ഇവരുടെ ദേഹത്ത് പേരൊന്നും വെച്ചിട്ടില്ല, മനസ്സിലായില്ലേ? അപ്പം അവരെല്ലാവരും ഇങ്ങനെ അങ്ങ് വിട്ടുകൊണ്ടിരിക്കുക. കാര്യം ബെസ്റ്റ് അല്ലെങ്കിൽ അവർ ഇങ്ങനെ സ്ക്രീൻ ചെയ്തുകൊണ്ടിരിക്കുക, ഈ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. സത്യമായിട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. നമ്മൾ ഈ ബിഗ് ബോസിനകത്ത് 20 പേര് കയറുമ്പോൾ 20 പേർക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതാണ് ആ പേര് കാണുന്നത്, പേര് വെച്ച് നമ്മളെ കാണിച്ചു തരുന്നത്. അതുകൊണ്ടാണ്, മനസ്സിലായില്ല? ഇതാണ് എൻ്റെ ആ മൈക്കിൽ ആ പേരുണ്ട്, അത് വെച്ച് നമ്മൾ പിടിക്കും ആളെ. പക്ഷെ ഇതങ്ങനെയല്ല, നമുക്ക് പേരുകളും കിട്ടുന്നില്ല. നമ്മുടെ മനസ്സിലേക്ക് മുഖങ്ങൾ മാത്രമേ ഉള്ളൂ, പേരുകളില്ല. അപ്പോൾ നമുക്ക് ആ ഐഡൻറ്റിറ്റി ഇതായിരുന്നുണ്ട്. ഷിജു, രചന, ഷിൻജിത്ത്, പ്രവീൺ, ഈ 4 പേർക്കാണ് ഇന്ന് പെൻഡൻ കിട്ടിയത്. ഈ 4 പേരുടെ ഈ പെൻഡൻ കിട്ടിയവരുടെ പവർ നാളത്തെ എപ്പിസോഡിൽ പറയും. ഇന്ന് നല്ലൊരു ടാസ്ക് നടന്നു. അതിനകത്ത് അഖിലിൻ്റെ ടീമാണ് ഏറ്റവും നന്നായിട്ട് കളിച്ചത്, പെട്ടെന്ന് തീർത്തതും. റിയാസിൻ്റെ ടീമാണ് ഏറ്റവും മോശമായിട്ട്, ഏറ്റവും ലാസ്റ്റ് ആയത്. സോ 5 ലെവൽ ഉണ്ടായിരുന്നു. അതിനകത്ത് ഏറ്റവും ടഫസ്റ്റ് ഫുഡായിരുന്നു. ഫുഡ് കഴിക്കാനാണ് ഏറ്റവും പാട്. നമുക്ക് തോന്നും ഏറ്റവും എളുപ്പമാണെന്ന്, പക്ഷേ ചില ടീമുകൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ലാസ്റ്റ് പസില് ഫുഡുമായിരുന്നു ഏറ്റവും ടഫായിട്ടുള്ള, പക്ഷേ എല്ലാവരും നന്നായിട്ട് ചെയ്തു ഒരുവിധം. അപ്പോൾ ഇങ്ങനെയാണ് ഇന്നത്തെ മെയിൻ കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പോൾ ഇതിനകത്ത് അൺഫെയറും ഫെയറും ഇനി ഈ എവിക്ഷനിലേക്ക് കൊണ്ടുവന്നത് തന്നെ ഈ കണ്ടസ്റ്റൻസ് ആണ്. അതിൽ നിന്നാണ് ജഡ്ജസ് ചൂസ് ചെയ്യുന്നത്. അതായത് വേഴ്സ്റ്റ് 3 ഓരോ ടീമിൽ നിന്നും വേഴ്സ്റ്റ് 3 ആരാണെന്ന് ഈ കണ്ടസ്റ്റൻസ് തന്നെ തീരുമാനിക്കും. എന്നിട്ട് ആ വേഴ്സ്റ്റ് 3യിലുള്ള ജയിച്ച ടീം ഒഴികെയുള്ള ബാക്കിയുള്ള വേഴ്സ്റ്റ് 3കളെ മൊത്തം എടുത്ത് നിർത്തിയിട്ടാണ് അതിൽ നിന്നാണ് ജഡ്ജസ് ഔട്ടാക്കുന്നത്. അല്ല ജഡ്ജസ് വെറുതെ പിക്ക് ചെയ്യുന്നതല്ല, കണ്ടസ്റ്റൻസ് ഓൾറെഡി ചൂസ് ചെയ്ത വേഴ്സ്റ്റ് ടീമിൽ നിന്ന് വേഴ്സ്റ്റ് പ്ലെയേഴ്സിനെ കുറച്ച് പേരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. കണ്ടസ്റ്റൻസ് തന്നെ തിരഞ്ഞെടുത്ത വേഴ്സ്റ്റ് പ്ലെയേഴ്സ്. ഈ വേഴ്സ്റ്റ് പ്ലെയേഴ്സിൽ നിന്ന് ആണ് ജഡ്ജസ് എലിമിനേറ്റ് ചെയ്തിരിക്കുന്നത്, കുറച്ച് പേരെ സേഫ് ആയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നടന്നത് എപ്പിസോഡ് 4. നമുക്ക് ഇന്ന് എന്തൊക്കെ നടന്നു നോക്കാം. റെനീഷ വരുന്നു. മുന്നോട്ടുള്ള യാത്രയിൽ ഇമ്പോർട്ടൻ്റ് ആയ ഘടകം 2 എണ്ണമാണ്. ഒന്ന് റെഡ് ബാൻഡും ഒന്ന് ഇൻഫിനിറ്റി പെൻഡൻ എന്ന് പറയുന്നു. ജഡ്ജസ് വരുന്നു. അപ്പോൾ റിയാസ് എടുത്ത് പറയുന്ന ഒരു കാര്യമാണ്, കഴിഞ്ഞ 3 എപ്പിസോഡ്സ് കൊണ്ട് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു കാര്യമാണ്, ടാസ്ക് ഈസ് നോട്ട് എവറിത്തിങ്. ടാസ്ക് ഈസ് നോട്ട് ടാസ്ക് ഈസ് സംതിങ് ബട്ട് നോട്ട് എവറിത്തിങ്. പേഴ്സണാലിറ്റി ഈസ് ഇമ്പോർട്ടൻറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്, സ്ട്രൈക്കിംഗ് കാര്യമാണ്. നമ്മൾ കാണാത്ത കാര്യങ്ങൾ ജഡ്ജസ് അവിടെ നിന്ന് കാണുന്നുണ്ട്. കാരണം നമ്മൾ കാണുന്ന വെറും 1 മണിക്കൂറത്തെ ഷോയാണ്.
സോ കഴിഞ്ഞ ടാസ്കിൽ വിന്നർ ആവാത്തവർക്ക് ഇൻഫിനിറ്റി പെൻഡൻ കൊടുത്തു. അതാണ് കാരണം. മനസ്സിലായില്ലേ? കഴിഞ്ഞ ടാസ്കിൽ വിന്നർ ആവാത്ത ആൾക്കാർക്ക് ഇൻഫിനിറ്റി കൊടുത്തത് കാര്യം അവർ ആ ടാസ്കിൽ എന്തൊക്കെയോ കൊടുക്കാൻ ശ്രമിച്ചു. നമ്മുടെ ബിഗ് ബോസിനകത്തുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ടാസ്ക്, ഇപ്പോൾ ടാസ്ക് കളിച്ചവരെല്ലാവരും അല്ല ബിഗ് ബോസ് ജയിക്കുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് പറഞ്ഞുകൂടാ, പല സീസണുകളിലും ടാസ്ക് പോലും കളിക്കാത്ത ആൾക്കാർ ഭയങ്കര ഫേവറേറ്റ്സ് ആയിട്ടുണ്ട്. അവർ ആ ടാസ്കിന് കൊടുക്കുന്നത്, ആ ടാസ്ക് എടുക്കുന്ന രീതിയാണ് ഇമ്പോർട്ടൻറ്റ്. ഇതൊരു മൈൻഡ് ഗെയിമാണ്. ഇത് നമ്മുടെ മറ്റേ ഖത്തറോ കി ഖിലാഡി പോലത്തെ ടാസ്ക് കൊടുക്കുക, ടാസ്ക് ചെയ്യുക, ടാസ്ക് ജയിക്കുക, വിന്നർ ആവുക. അതല്ല. റോഡീസ് പോലെ ടാസ്ക് കൊടുക്കുക, ടാസ്ക് ജയിക്കുക, വിന്നർ ആവുക. ഇത് ടാസ്ക് ബേസ്ഡ് അല്ല. ബിഗ് ബോസ് പോലത്തെ ഷോ, ലോക്കപ്പ് പോലത്തെ ഷോസ് ടാസ്ക് മാത്രമല്ല, മൈൻഡ് ഗെയിംസും കൂടി ഉള്ളത് കൊണ്ട് ഇതിനകത്ത് മൈൻഡ് ഗെയിമും കൂടിയുണ്ട്, പേഴ്സണാലിറ്റിയും കൂടെ ഇൻവോൾവ് ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ടാസ്ക് ഈസ് സംതിങ് ബട്ട് പേഴ്സണാലിറ്റി ഈസ് എവറിത്തിങ് എന്ന് ഇതിനകത്ത് പറഞ്ഞത്. ഇന്ന് കാണാം പേഴ്സണാലിറ്റി, ഇല്ലെങ്കിൽ വീട്ടിൽ പോകാം എന്നാണ് റിയാസ് അത് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. സോ അതാണ് ഇന്നത്തെ എവിക്ഷൻ്റെ മെയിൻ ഘടകവും. ടീം ഡിവിഷൻ, റെനീഷ വരുന്നുണ്ട്, ടീം ഡിവൈഡ് ചെയ്യുന്നു. 4 ടീമാണ്, റെനീഷയുടെ ടീമും കൂടിയുണ്ട്. ഓരോ ടീമുകാരെയും ഓരോ സൈഡിലൊക്കെ ഇരുത്തുകയാണ്. അത് കഴിഞ്ഞ് രഞ്ജിനി പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ചാൻസ് നഷ്ടപ്പെടുത്താതിരിക്കുക, പ്ലേ ഫോർ യുവർ സെൽഫ് എന്നും പറയുന്നുണ്ട്. റെനീഷ ഇന്ന് ക്യാപ്റ്റൻസ് ഒന്നുമില്ല. ഫസ്റ്റ് ടീം അഖിലിൻ്റെയാണ് വരുന്നത്. അഖിലിൻ്റെ ടീം വന്നിട്ട് എന്താണ് ഇതിൻ്റെ എല്ലാവർക്കും ഒരേ മത്സരമാണ്, ഒരേ ടാസ്ക്കാണ് കൊടുക്കുന്നത്. റിലേ ആണ്. 5 ലെവലുണ്ട്. അതിൽ ആദ്യത്തെ 4 ലെവൽ 2 പേര് വെച്ച് ചെയ്യണം. ലാസ്റ്റത്തെ ഒരെണ്ണമാണ് ഒരാൾ ചെയ്യേണ്ടത്. ഓരോ ലെവൽ കഴിയുമ്പോഴും പസിൽസ് കിട്ടും. ആ പസിൽസ് എല്ലാം ഒരു ബോക്സിൽ കൊണ്ടുപോയി കളക്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ എല്ലാം കിട്ടി, അവസാനം എല്ലാം കഴിഞ്ഞ് 4 ലെവലും കഴിഞ്ഞ് എല്ലാ പസിലും കൂടി ഒരാളുടെ കയ്യിൽ കൊണ്ട് കൊടുക്കുന്നു. ആ പസിൽ അയാൾ കംപ്ലീറ്റ് ചെയ്യുന്നു. ടാസ്ക് കംപ്ലീറ്റഡ്. ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ബാർബൽ, ഡംബൽ, കെറ്റിൽ ബെൽ, ഇത് ഉപയോഗിച്ചിട്ടുള്ളതാണ്. ജഡ്ജസ് പറയുന്നതനുസരിച്ച് നിങ്ങൾ അഭിനയിക്കണം. അവർക്ക് തൃപ്തി വന്നു കഴിഞ്ഞാൽ ആ ലെവൽ കംപ്ലീറ്റ് ആയി. രണ്ടാമത്തെ ലെവലാണ് ഏറ്റവും ടഫ്. ഫുഡാണത്. ഫുഡ് കഴിച്ച് തീർക്കണം. അതിനകത്ത് എനിക്ക് തോന്നുന്നു 2 ലസ്സി, ഒരു ഷാർജ ഷേക്ക്, ഒരു മന്തി, കുഴിമന്തി കംപ്ലീറ്റ്, ഒരു ഫുൾ കുഴിമന്തി, പിന്നെ ഒരു ബർഗറും ഉണ്ടായിരുന്നു. പിന്നെ ഉള്ളത് നടത്തമാണ്. ഒരു 6 ശിഖരങ്ങളുള്ളൊരു ഹോൾഡറിൽ 2 പേര് 6 ബോൾസ് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. പിന്നെ ഉള്ളത് 4th ലെവലാണ് തീപ്പെട്ടി ഫ്ലിപ്പ് ചെയ്തിട്ട്. ഇതൊക്കെ ബിഗ് ബോസിൽ നടന്ന ഗെയിംസാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയാം. ഇതെല്ലാം ബിഗ് ബോസിലുണ്ടായിരുന്നു. 3 ബൗൾ, ആ മറ്റേ ഇത് ഡംബലൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ 3 ബൗളിൽ ഇടണം. ആ ഫസ്റ്റ് ബോൾ, സെക്കൻഡ് ബോൾ, തേർഡ് ബോൾ 2 പേര് കളിക്കണം. ആ ലെവലും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ലെവൽ പസിൽ ലെവലാണ്. ഓക്കെ, അങ്ങനെ 1 മിനിറ്റ് ഡിസ്കഷന് കൊടുക്കുന്നു. അഖിലിൻ്റെ ടീം വരുന്നു. അഖിലിൻ്റെ ടീം തന്നെയാണ് ഈ ടാസ്ക് ജയിക്കുന്നത്. അങ്ങനെ രാകേഷും സബീറയുമാണ് പറഞ്ഞ ഫസ്റ്റ് വെയിറ്റിൻ്റെ വരുന്നത്. അവരത് കംപ്ലീറ്റ് ചെയ്യുന്നു. സെക്കൻഡ് ലെവലിൽ ലസ്സി, മന്തി, ബർഗർ ഇതൊക്കെ കഴിക്കുന്നത് അഭിറാമും ഒക്കെയാണ്. അഭിറാമൊക്കെ ഛർദ്ദിച്ചു. അത് കഴിഞ്ഞ് ബാലൻസിങ് ടാസ്ക്കാണ് വരുന്നത്. നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് എല്ലാവരും ബാലൻസിങ് ടാസ്ക് നന്നായിട്ട് ചെയ്തു. 4th ലെവലിൽ എൽഡോയും താഷിയും കൂടിയാണ് മറ്റേ ഫിംഗർ ഫ്ലിപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് അവിടെ പൂജ അവിടെ ഇരുന്നുകൊണ്ട് ഇവരെ എന്താണ് തെറ്റിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷെ അത് നമ്മളെ കാണിക്കുന്നില്ല. പക്ഷേ എനിക്ക് കാണണമായിരുന്നു. കണ്ടാലല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഈ കുട്ടി എന്താണ് ചെയ്തത്. ഇത്രയും ചൂടാവാൻ വേണ്ടിയിട്ട് ഈ കുട്ടി എന്താ ചെയ്തതെന്നുള്ളത് കാണിച്ചാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പക്ഷെ കാണിക്കുന്നില്ല. സംഭവം എന്തോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരി ചെയ്തിട്ട് എന്തോ പറഞ്ഞിട്ടുണ്ടാവും. അത് ജഡ്ജസിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. സോ പൂജ എന്താണ് ഈ കാണിക്കുന്നത്, എന്താണ് പൂജയുടെ പ്രശ്നം എന്ന് അഖിൽ ദേഷ്യപ്പെടുന്നുണ്ട്. കാര്യം ഈ കുട്ടി കോൺസെൻട്രേഷൻ കളയാൻ വേണ്ടിയിട്ട് നല്ല കാര്യം തന്നെയാണ്. കോൺസെൻട്രേഷൻ നമുക്ക് കളയാം. പക്ഷേ എന്താണ് പറഞ്ഞതെന്നും അത് ഏത് ലെവലിലേക്കാണ് പോയതെന്നും നമുക്ക് ആർക്കും അറിയില്ല. സംഭവം നമുക്ക് ഈ പൂജയുടെ എന്താണ് ഏത് ലെവലിലേക്ക് ഒന്ന് മാത്രമേ അന്ന് രാകേഷ് ചെയ്യാൻ വന്നപ്പോഴത്തേക്ക് ഒന്ന് നിർത്തിയിട്ട് പോടാന്നോ അങ്ങനെ എന്തൊക്കെയോ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് മാത്രം ഞാൻ കേട്ടിട്ടുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളും ജസ്റ്റേഴ്സ് എന്തെങ്കിലും കാണിച്ചോ എന്നാണെന്നൊന്നും ഒരു പിടിയുമില്ല. അപ്പോൾ പൂജ അപ്പം എന്താണ് പ്രശ്നം? അല്ല, കോൺസെൻട്രേഷൻ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ അങ്ങനെ താഷി എൽഡെ നന്നായിട്ട് കളിച്ചു. അത് ലാസ്റ്റ് പസിൽ റൗണ്ട് വന്നപ്പോൾ ആദ്യം വെച്ചത് തെറ്റി. അനഘയാണെന്ന് തോന്നുന്നു ചെയ്യുന്നത്, എനിക്കറിയില്ല. അനഘയാണെന്ന് തോന്നുന്നു. അനഘയല്ല. ലാസ്റ്റ് പസിൽ വെക്കണം. അനഘ ഔട്ടായല്ലോ. പസിൽ കാര്യം എനിക്ക് പേരറിഞ്ഞുകൊണ്ടിടാ പസിൽ ചെയ്യുന്നു. രണ്ടാമതും തെറ്റി. അപ്പോൾ ഇവരിവിടെ നിന്ന് റിയാസിൻ്റെ ടീമാണ് ഈ പൂജയുടെ ടീം. അപ്പോൾ ഇവരിവിടെ നിന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ രഞ്ജിനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. അപ്പോൾ രഞ്ജിനി പറയുന്നത് തെറ്റിക്കണ്ട, അവർ തെറ്റിക്കോട്ടെ. തെറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിളിച്ച് പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഫസ്റ്റ് തെറ്റുന്നു, പിന്നെയും തെറ്റുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇൻകംപ്ലീറ്റ് ചെയ്ത് അവർ ഇൻകംപ്ലീറ്റ് ആണെങ്കിൽ അവർ ഫിനിഷ് ചെയ്യില്ല, അത്രയേ ഉള്ളൂ. അവർ തോറ്റു പോകും. നിങ്ങൾ കൂടുതൽ ഇരുന്ന് പറയേണ്ടത് രഞ്ജിനി പിന്നെ ഇരുന്ന് പറയാണ്. അത് കഴിഞ്ഞ് രഞ്ജിനി ക്യാൻ എവരിബഡി പ്ലീസ് സ്റ്റോപ്പ് ടോക്കിംഗ് എന്ന് പറയുന്നുണ്ട്. അത്രയ്ക്ക് ബഹളമാണ്. അപ്പോൾ രഞ്ജിനി പറഞ്ഞത് പൂജ വി ഹാവ് നോട്ടീസ്ഡ് യു നോട്ട് ഇൻ എ ഗുഡ് വേ എന്ന് രഞ്ജിനി എടുത്തു പറയാം. നോട്ട് ഇൻ എ ഗുഡ് വേ. ഗുഡ് വേയിൽ നിന്നെ കണ്ടിട്ടുണ്ട്. നോട്ട് ഇൻ എ ഗുഡ് വേ. ഗുഡ് വേയിൽ നിന്നെ കണ്ടിട്ടുണ്ട്, നോട്ടിൻ്റെ ഗുഡ് വേയിൽ കണ്ടിട്ടുണ്ട്. സോ പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പൂജ മാം ആക്ച്വലി താഷിയുടെ കോൺസെൻട്രേഷൻ കളയാൻ വേണ്ടി
കൂടുതലൊന്നും പറയണ്ട പ്ലീസ്, വി ആർ നോട്ട് ഇൻട്രസ്റ്റഡ്, ഐ ഡോണ്ട് കെയർ വാട്ട് യു ഹാവ് ടു സേ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. ഈവൻ അഖിലും ദേഷ്യപ്പെടുന്നു. എന്താണ് നിങ്ങളുടെ അങ്ങനെ ആ ടീം ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നു. അഖില് പറയുന്നത് എന്താണ് സ്ട്രാറ്റജി എന്ന് ചോദിക്കുന്നത്. അപ്പോൾ താഷി പറയുന്നു, താഷി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അപ്പോൾ റിയാസ് വന്നിട്ട് ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള 3 പേരെ നിങ്ങൾ ഓരോരുത്തരും പറയാൻ പറയുന്നു. അങ്ങനെ അവർ ഏറ്റവും കൂടുതൽ പറഞ്ഞ പേര് സാബിറ, ഷിബിന ആൻഡ് താഷി, ഈ 3 പേരുടെ പേരാണ് പറഞ്ഞത്. ഇനി ജഡ്ജസ് ഒരാളെ തീരുമാനിക്കുന്നത് ഏറ്റവും ബെസ്റ്റായിട്ട് അവർക്ക് തോന്നിയത് അത് ഷിജുവിനെയാണ് പറയുന്നത്. ഈസി ആയിട്ട് കൗണ്ട്, അതായത് ഫുഡ് കഴിച്ചതിനാണ് പറയുന്നത് കേട്ടോ. ഇൻഫിനിറ്റി പെണ്ണൻ ഷിജുവിന് കൊടുക്കുന്നു. അത് കഴിഞ്ഞ ശേഷം റിയാസിൻ്റെ ടീം വരെയാണ്. അത് ബെസ്റ്റ് ടീം പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. പൂജ വെയിറ്റ് ലിഫ്റ്റിംഗ് ചെയ്തു. എനിക്കത് ഭയങ്കര ക്രിഞ്ചായിട്ട് തോന്നി. ആദ്യം കുഴപ്പമില്ല, പുള്ളിക്കാരി മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ശ്രമിക്കുമ്പം അത് ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. ചിലപ്പോൾ നെഗറ്റീവ് ആവാൻ വേണ്ടി തന്നെ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി ചെയ്യുന്നതാണ്, അത് ഉറപ്പാണെന്ന്. ശ്രദ്ധിക്കപ്പെടാനാണല്ലോ നമ്മളെല്ലാവരും വന്നേക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി ചെയ്തതാണ്. അത് കുറച്ച് ക്രിഞ്ചായിട്ടൊക്കെ എനിക്കും ഫീൽ ചെയ്തു. കുറേ സമയം കളഞ്ഞു, കുറച്ച് ബുദ്ധിപരമായിട്ട് ചെയ്തില്ല. കാര്യം സമയം പോകും ഇത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളത് കാണിച്ചിട്ട് കൊടുക്കുക. കാര്യം ഏറ്റവും പെട്ടെന്ന് തീർക്കണം. അത് തീർത്തിരുന്നുവെങ്കിൽ ഇന്ന് പൂജ ഔട്ടാവില്ലായിരുന്നു. സോ കുറേ കാണിക്കുന്നു. അത് കഴിഞ്ഞ് ബാക്കിൽ നിന്ന് അവർ പറയുന്നുണ്ട്, പ്ലീസ് പെട്ടെന്ന് അങ്ങോട്ട് പെട്ടെന്ന് നമുക്ക് ചെയ്യണം, പെട്ടെന്ന് നിർത്തുമെന്ന് പറയുന്നുണ്ട് അവരവിടെ നിന്നിട്ട്. അങ്ങനെ സെക്കൻഡ് ലെവൽ വെള്ളം ഒഴിച്ചാക്കിയാണ് കഴിക്കുന്നത്. ഛർദ്ദിച്ചു. എല്ലാവർക്കും ഒരു കവർ കൊടുത്തു ഇവിടെ കയ്യിൽ. അവിടെ ഇവിടെയൊക്കെ അവർക്ക് ഛർദ്ദിക്കുമ്പോൾ അവർക്കും ബുദ്ധിമുട്ട്. തേർഡ് ലെവലിൽ സുഖമായി തന്നെ തേർഡ് ലെവൽ കംപ്ലീറ്റ് ചെയ്യുന്നു. തീപ്പെട്ടി ജെറ്റിയാണ് ചെയ്യുന്നത്. ജെറ്റി ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് പൂജ 1 പസിൽ ചെയ്യുന്നത്. പസിലും പെട്ടെന്ന് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് സ്ട്രാറ്റജി ചോദിക്കുമ്പോൾ അവർ തമ്മിൽ ഭയങ്കര അഭിപ്രായ വ്യത്യാസം പറയുന്നുണ്ട്. വീക്ക് പെർഫോമറായ, അതായത് ആസിയാന ഒട്ടും കഴിച്ചിട്ടില്ല, അരമണിക്കൂർ എടുത്തു കഴിച്ചു തീരാൻ. എന്നിട്ട് ഇവരെന്തുകൊണ്ട് ആഫിയാനേനെ പേരുകളും കിട്ടിപ്പോന്നില്ല, ആഫിയാനേനെ സേവ് ചെയ്തു എന്ന് എനിക്ക് ഇപ്പോഴും ഡൗട്ടുണ്ട്. സത്യമായിട്ടും എനിക്ക് ഡൗട്ടുണ്ട്, ഈ ആഫിയാനേനെ എന്തിനാണ് അവർ സേവ് ചെയ്തത്? കാര്യം ആഫിയാന അവിടുത്തെ വേസ്റ്റ് പെർഫോമർ ആയിരുന്നു. അതിൽ പുള്ളിക്കാരി വലിയൊരു പെർഫോമൻസ് ഒന്നും കാഴ്ചവെച്ചതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എന്തായിരുന്നാലും ആഫിയാനേനെയും പൂജേനെയും ജെറ്റീനെയാണ് അവർ തീരുമാനിക്കുന്നത് വേസ്റ്റ് പെർഫോമറായിട്ട്. അത് കഴിഞ്ഞ് ഇൻഫിനിറ്റി പെന്നം കിട്ടുന്ന രചനയ്ക്കാണ്. നന്നായിട്ട് 2 പ്ലസ്സി ബർഗറും കഴിച്ചു പുള്ളിക്കാരി ഒറ്റയ്ക്ക്. അത് കഴിഞ്ഞ് റനീഷയുടെ ടീം വരുന്നു. അവിടെ ഡിസ്കഷനിൽ പറയണം, നമ്മളാരും അങ്ങോട്ടും ഇങ്ങോട്ടും അവസാനം കുറ്റപ്പെടുത്തരുതേ എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങണത്. ഫസ്റ്റ് ലെവൽ വെയിറ്റ് കുഴപ്പമില്ല. സെക്കൻഡ് ലെവൽ ഫുൾ ഛർദ്ദിച്ചു. ഷാമോനാണെങ്കിലും എനിക്കൊന്ന് ആഫിയാനയാണെന്ന് തോന്നുന്നു. ആഫിയാനയാണോ എന്തോ. ഇത് വേറെയാണേ, ആസി. ഞാൻ ആസീനെയാണ് പറഞ്ഞത് മുകളിൽ. ഇപ്പുറത്താണ് ആഫിയാന. റനീഷയുടെ ടീമിലാണ് ആഫിയാന. തേർഡ് ലെവലിൽ ബോൾ കുഴപ്പമില്ല. ഫോർത്ത് ലെവലിൽ തീപ്പെട്ടി പെട്ടെന്ന് തന്നെ ചെയ്തു കേട്ടോ. ഷിഞ്ചിത്താണെന്ന് തോന്നുന്നു. നന്ദകുമാറും പെട്ടെന്ന് തന്നെ ചെയ്തു. എനിക്കത് ഇഷ്ടപ്പെട്ടു. സ്ട്രാറ്റജി എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും എല്ലാവരും കൂടെ വഴക്ക്. അപ്പോൾ അവർ പറഞ്ഞു, ഇപ്പം നിങ്ങൾ പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾ വഴക്കിടില്ലെന്ന്. ഇപ്പം എന്തായി, എല്ലാവരും കൂടെ വഴക്കായല്ല. അപ്പോൾ സ്റ്റിനിയെ പറഞ്ഞു, ആഫിയാനെ അടുത്ത് നമ്മൾ പറഞ്ഞതാണ് വേണ്ടാന്ന് ഈ പുള്ളിക്കാരി ചെയ്തോളാം, പക്ഷേ ആഫിയാനയ്ക്ക് വേണം. അങ്ങനെ ആഫിയാന അരമണിക്കൂർ എടുത്ത് ഫുഡ് കഴിക്കാൻ. ഓക്കെ ശരി. വേസ്റ്റ് പെർഫോമർ അനഘ, ആഫിയാന, സോന. ശരി. അടുത്ത് പെൻഡൻ കൊടുത്തത് ഷിഞ്ചിത്തിനാണ്. അഖില് പറഞ്ഞു കട്ടിയുള്ള ടാസ്ക് എടുത്തവർക്ക് കൊടുക്കാമെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ ഷിഞ്ചിത്ത് തീപ്പെട്ടി നല്ല രസത്തിൽ നല്ല പെട്ടെന്ന് തന്നെ ചെയ്തു, അതുകൊണ്ടാണ് കൊടുത്തത്. അത് കഴിഞ്ഞ് രഞ്ജിനിയുടെ ടീമായിരുന്നു. ഫസ്റ്റ് ലെവൽ അളകനന്ദ, അത് കുറച്ച് വീക്കായി. ശ്യാം ഫുഡ് അവിടെ എവിടെയൊക്കെ ഛർദ്ദിച്ചു. ശ്യാം കുറച്ച് വീക്ക് പെർഫോമൻസ് ആയിരുന്നു, എടുക്കേണ്ടിയിരുന്നില്ല ശ്യാം. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവർ മറ്റേ ബോൾ പാസ് ചെയ്യുന്നത് പെട്ടെന്ന് കഴിഞ്ഞു. ഫോർത്ത് ലെവലിൽ പ്രവീണാണെന്ന് തോന്നുന്നു പെട്ടെന്ന് ചെയ്തു. ഞാൻ നോക്കണേ പിന്നെ പ്രവീൺ കഴിഞ്ഞു ടാസ്ക്, പെട്ടെന്ന് ചെയ്തു. പ്രവീണിന് തന്നെ പെന്നം കിട്ടി. സ്ട്രാറ്റജി എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അമൽ ഇവിടെ ഉടുപ്പൊക്കെ ഊരിട്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അമൽ എനിക്ക് തോന്നുന്നു എന്തൊക്കെയോ കാണിച്ചു, പക്ഷെ അത് ക്ലിയർ അല്ല. നമുക്കൊന്നും മനസ്സിലായില്ല പുള്ളിക്കാരൻ എന്താ ചെയ്തെന്നുള്ളത്. കാര്യം എപ്പിസോഡ് ഇങ്ങനെ ക്രിസ്പാക്കി വെച്ചേക്കുകയാണല്ലോ. പക്ഷെ അമൽ ഔട്ടായപ്പം വിഷമം തോന്നിപ്പോയി കണ്ടിട്ട് കേട്ടോ. പുള്ളിക്കാരൻ ഒന്നും മിണ്ടാതെ പുറത്തു പോയി. അഖില് നീ എന്തൊക്കെയാടാ കാണിക്കണം എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അമലിൻ്റെ അടുത്ത്. വേസ്റ്റ് 3 ആരൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ വർഷ, ശ്യാം, അമൽ എന്നാണ് പറഞ്ഞത്. കാര്യം അമൽ ആ ബോൾ എടുത്തുകൊണ്ട് പോയപ്പോഴത്തേക്കും പുള്ളിക്കാരൻ ശ്രദ്ധിക്കുന്നില്ല, എവിടേക്കോ നോക്കി നിൽക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ബോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുമ്പോൾ. പെൻഡൻ പ്രവീണിന് കിട്ടി. അങ്ങനെ ഫോർത്ത് ആയിട്ട് കംപ്ലീറ്റ് ചെയ്തത് റിയാസ്, തേർഡ് റനീഷ, സെക്കൻഡ് രഞ്ജിനി, ഫസ്റ്റ് അഖിൽ. അങ്ങനെ അഖിലിൻ്റെ ടീം ബെസ്റ്റ് പെർഫോമറാണ്. അതിനകത്തുള്ള വേസ്റ്റ് പെർഫോമേഴ്സായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട താഷി, ഷിബിന, സബീറ. അപ്പം റിയാസ് പറയുന്നത് വേസ്റ്റ് പെർഫോമറായിട്ട് നിങ്ങൾ തിരഞ്ഞെടുത്തു, പക്ഷേ അഖിലിൻ്റെ ടീമിൽ നിങ്ങൾ ജയിച്ചത് കൊണ്ട് നിങ്ങളെ സേഫാണ്. അങ്ങനെ അവരെല്ലാം സേഫായി. അത് കഴിഞ്ഞ് റനീഷ പറയുന്നത് ബാക്കിയുള്ള ഔട്ട് ഹൗസിലേക്ക് മാറ്റി, അല്ലെങ്കിൽ ബാക്കിയുള്ള 3 വേസ്റ്റ് കണ്ടസ്റ്റൻ്റ് തിരഞ്ഞെടുത്തില്ലേ അവരെ എല്ലാവരെയും ഇവർ തന്നെ തിരഞ്ഞെടുത്തത്, ജഡ്ജസ് അല്ല തിരഞ്ഞെടുത്തത്, കണ്ടസ്റ്റൻസ് തന്നെ 3 പേരെ തിരഞ്ഞെടുത്തായിരുന്നല്ലോ, അവരെ എല്ലാം സ്റ്റേജിൽ കൊണ്ട് നിർത്തുകയാണ്. എന്നിട്ട് നമ്മൾ ഇന്ന് ശ്യാമിനെ ആദ്യം ശ്യാം നിന്നെ ഹോൾഡിൽ വെക്കുകയാണെന്ന് പറയുന്നു. നമ്മൾ ഇന്ന് എവിക്റ്റ് ആക്കാൻ പോവുകയാണ് ഓരോരുത്തരോരുത്തർ. അങ്ങനെ അഖിൽ ആദ്യം അനഘേനെ ഔട്ടാക്കി. അനഘ നല്ല ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു കേട്ടോ, നല്ല കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. എന്നേക്കാൾ താഴെ ഡിസർവിങ് ഉള്ള ആൾക്കാരുണ്ട്, ഡിസർവിങ് അല്ലാത്ത ആൾക്കാരുണ്ട്. ആരുടെ പേരാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും സോന അലക്സിൻ്റെ പേര് പറയുന്നുണ്ട്. പുള്ളിക്കാരിയുടെ മറ്റുള്ളവരായിട്ടുള്ള ഇൻട്രാക്ഷൻ ഇഷ്ടമല്ല, പക്ഷേ സോന അലക്സിനെ ഇവർ സേവ് ചെയ്യുന്നു.
അപ്പം നമ്മൾ ആലോചിക്കുന്നത് എന്തിനു അവരെ സേവ് ചെയ്തു? അവർ കണ്ടിട്ടുണ്ടാവാം, കാരണം നമ്മൾ കണ്ടിട്ടില്ല, അതാണ് പ്രശ്നം. റിയാസ് രണ്ടുപേരെ സേവ് ചെയ്യാണ്, ആഫ്യാനാസിനെയും സോന അലക്സിനെയും. അപ്പം ഞാൻ ആലോചിച്ചു, ഇവരിൽ എന്ത് കണ്ടിട്ടാണ് ഇവർ സേവ് ചെയ്യുന്നത്? സത്യമായിട്ടും കാര്യം നമ്മൾ കാണുന്നില്ല, ഇവർ മാത്രമല്ലേ കാണുന്നത്. നമ്മൾ ആ കൂടെ 1 മണിക്കൂർ എപ്പിസോഡിനകത്ത് ടാസ്ക് ചെയ്യണ മാത്രമാണ് കാണുന്നത്. ഇപ്പോൾ ഈ പേര് പോലും നമുക്ക് ആരുടെ അറിയില്ല, കുറച്ച് പേരുടെ അറിയാം. അത് കഴിഞ്ഞിട്ട് രഞ്ജിനി വന്നിട്ട് ഇപ്പോൾ നമ്മളൊരു സാധനം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മളത് നോക്കാം എന്ന് പറഞ്ഞാൽ അനഘ പറഞ്ഞത് നിന്ന് സോന അലക്സിനോട് പറയുന്നു. അത് കഴിഞ്ഞ് അഖിൽ ഇന്നൊരാളെ നമ്മൾ ശ്രദ്ധിച്ചേയില്ല, ഇതുവരെ നമ്മൾ ശ്രദ്ധിച്ചേയില്ല, ഇന്നെങ്കിലും അയാൾ നന്നായിട്ട് പെർഫോം ചെയ്യുമെന്ന് പറഞ്ഞ് പക്ഷെ പെർഫോം ചെയ്തില്ല. അമൽ ഒന്നും മിണ്ടാതെ അങ്ങ് പോവുകയാണ്, ഒന്നും പറയാൻ നിൽക്കണില്ല. പുള്ളിക്കാരന് ഭയങ്കര വിഷമമായി. ടാസ്ക് ബേസിസ് അല്ല അമലെ, പേഴ്സണാലിറ്റി ബേസിസ് ആണ്, അതാണ് ഇപ്പോഴും പറയുന്നത്. റിയാസ് വന്നിട്ട് ആസിയനെ എലിമിനേറ്റ് ആകുന്നു, ആസിയ ചിരിച്ചുകൊണ്ട് അങ്ങ് പോകുന്നു. റിയാസ് പിന്നെ 2 പേരെ സേവ് ചെയ്യുന്നുണ്ട്, ഒന്ന് ജെറ്റീനെയും ഒന്ന് വർഷേനെയും. ലാസ്റ്റ് ശ്യാമും പൂജയും വരുന്നുണ്ട്. ഒരാൾ ഔട്ടാണ്. അപ്പോൾ അഖിൽ പറയുന്നുണ്ട്, ശ്യാം നിങ്ങൾ സേവ് ചെയ്തു, ലാസ്റ്റാണ് നിന്നെ സേവ് ചെയ്യണത്, ഇനി നീ അടുത്ത റൗണ്ടിൽ കളിച്ചില്ലെങ്കിൽ നീ ഔട്ടാണ്. പൂജ നീ ഔട്ടാണ്. അപ്പോൾ രഞ്ജിനി പറയുന്നുണ്ട്, അഗ്രഷൻ ഈസ് നൈസ് വെൻ ഇറ്റ് ഈസ് വെൽ പ്ലേസ്ഡ്. നല്ല കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യണം, അത് മീറ്റർ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ വയലൻസ് ആയിട്ട് മാറും. അപ്പോൾ റിയാസ് പറയുന്നത്, ഇത്രയും അഗ്രഷനുള്ള ആൾക്ക് സ്വന്തം പേഴ്സണാലിറ്റി കറക്റ്റ് പ്ലേസ് ചെയ്യാൻ കഴിഞ്ഞില്ല. പൂജയുടെ എല്ലാ സൈഡും കാണിക്കാൻ പറ്റും, പൂജയുടെ അഗ്രഷൻ മാത്രമാണ് കാണിച്ചത്, അവിടെയാണ് പ്രശ്നം പറ്റിയത്. സോ ജഡ്ജസ് അത് മാത്രമാണ് കണ്ടത്, അങ്ങനെയാണ് ജഡ്ജസിന് അത് ഇഷ്ടപ്പെടാതെ വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പൂജ പറയുന്നുണ്ട്, ശ്യാം ജയിക്കണം, ശ്യാം ഔട്ടാവരുതെന്നാണ് എൻ്റെ ആഗ്രഹം, ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് അവൻ്റെ കാര്യത്തിൽ സന്തോഷമുണ്ട്. അപ്പം രഞ്ജിനി പറയുന്നു, ഫൈനലി നീ നിൻ്റെ നല്ല സൈഡും കാണിക്കണമായിരുന്നു, ഇതൊക്കെ കാണിക്കണമായിരുന്നു, ഇതെന്തേ കാണിക്കാത്തത്? അങ്ങനെ നമ്മുടെ റെനീഷ പറയുന്നുണ്ട്, അങ്ങനെ പൂജയും ഔട്ടാവുന്നു. അങ്ങനെ റെനീഷ പറയും, ഇൻഫിനിറ്റി പെൻഡൻ കിട്ടിയുടെ പവർ നാളത്തെ എപ്പിസോഡിൽ കാണാമെന്ന് പറഞ്ഞ് നിർത്തുകയാണ്. അപ്പം ഞാൻ പറയുന്നത്, ഇന്നത്തെ എപ്പിസോഡിലുള്ള ഇനിയുള്ള എല്ലാ എവിക്ഷൻസും അവിടെ ടാസ്ക് മാത്രമല്ല, അവരെന്താണ് അവിടെ ചെയ്യുന്നതെന്നും അവരെങ്ങനെയാണ് അത് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്നും അവർ ഓരോ ടാസ്കിനെയും എങ്ങനെയാണ് എടുക്കുന്നതെന്നുള്ളതും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പേഴ്സണാലിറ്റി ഓക്കെ, പിന്നെ എങ്ങനെയാണ് ഈ അഗ്നിപരീക്ഷ കാണുന്നതെന്നുള്ളതും, അവരുടെ ഇൻറ്ററാക്ഷൻ, അവരുടെ വർത്തമാനം, എല്ലാത്തിലുമാണ് ജഡ്ജസ് എടുക്കുന്നത്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇവിടെ ഫെയർ അൺഫെയർ എന്നൊക്കെ പറയാം, പക്ഷെ നമ്മളിവിടെ ഫുള്ള് കാണുന്നില്ല, നമ്മൾ ആകെ കാണുന്ന ടാസ്ക് മാത്രമാണ്. ആ ടാസ്കിൽ അവർ കളിച്ചു, ആ ടാസ്കിൽ അവർ ജയിച്ചു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പൂജ ഇങ്ങനെ ബഹളം മക്കളെ കാണാം, ചില ആൾക്കാർ അത്രയേ ഉള്ളൂ, അവരിലേക്ക് ഫോക്കസ് പോലും പോകുന്നില്ല ക്യാമറ, അവരിലേക്ക് ഞാൻ അവരെ കാണിക്കുന്ന പോലും ഇല്ല. ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് ജഡ്ജസിനെയാണ്, പിന്നെ കാണിക്കുന്നത് റെനീഷനെ. 1 3 2 1 അത് കേട്ട് എനിക്ക് തലപെരുത്തിരിക്കുക ഞാൻ റെനീഷയുടെ പോർഷൻ വരുമ്പോൾ. അത് മാത്രമാണ് നമ്മൾ കാണുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇവരെ ഫോക്കസ് ചെയ്യുന്നത് ടോപ്പ് 10 ആകുമ്പോഴായിരിക്കും. നിങ്ങൾ നോക്കിക്കോ, ഇവരെ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ടോപ്പ് 10. ഇവർ ടോപ്പ് 10 എത്തുമ്പം ഇവരെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങും. ആരെ? കണ്ടസ്റ്റൻസിനെ. പിന്നെയാണ് നമുക്ക് അവരെ വേണ്ടത്, അതെന്നാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് കാത്തിരുന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.